എമ്പുരാനുമായി ബന്ധപ്പെട്ട് വിവാദം ആളിക്കത്തുമ്പോഴും BJP അതിൽ നിന്നും ഒരു അകലം പാലിച്ചിരുന്നു. ഇപ്പോൾ സംസ്ഥാന പ്രസിഡന്റിന്റെ ഒരു നിലപാട് വന്നിട്ടുണ്ട്. അദ്ദേഹം കാണുന്നില്ലെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ ആദ്യ പോസ്റ്റ് നാം കണ്ടിരുന്നു. എനിക്ക് ആ സിനിമ കാണാൻ ആഗ്രഹമുണ്ടെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ അദ്ദേഹം ഒരു നിലപാട് മാറ്റത്തിലേക്ക് എത്തിയിട്ടുണ്ട്. എന്ത് തോന്നുന്നു? എമ്പുരാൻ വിവാദം തുടങ്ങിയതിൽ പിന്നെ നാളിതുവരെയായി ഭാരതീയ ജനതാ പാർട്ടിയുടെയും സംഘപരിവാർ സംഘടനകളുടെയും നേതാക്കളിൽ ചിലരെല്ലാം വ്യക്തിപരമായ രീതിയിൽ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തി എങ്കിലും ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഔപചാരികമായ ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. ഒരുപക്ഷെ പ്രസിഡന്റിൻ്റെ വാക്കാണ്, സംസ്ഥാന പ്രസിഡന്റിൻ്റെ വാക്കാണ് ഔപചാരിക പ്രതികരണമായി നമുക്ക് കാണാനാവുന്നത്. ആദ്യം വന്ന പ്രതികരണം വ്യത്യസ്തമായിരുന്നു. ഇതൊരു സിനിമയാണ്, സിനിമയിൽ പ്രത്യേകിച്ച് മറ്റൊന്നും കാണേണ്ടതില്ല, ഞാൻ പോയി കാണും, അത് കണ്ടിരിക്കും. മോഹൻലാൽ എൻ്റെ സുഹൃത്തു കൂടിയാണ്. മോഹൻലാൽ സുഹൃത്താണ്, അത് കാണും. അതൊരു കലാമൂല്യമുള്ള ഒരു സിനിമ എന്ന നിലയിൽ അത് കാണും എന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അതിന് പിന്നിലെ പ്ലോട്ട്, അതിന് പിന്നിലെ ചിന്തകൾ, അതിന് പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ടോ, അതിന് പിന്നിൽ നിർബന്ധിതമായി ഒരു പ്രത്യേക ചിന്ത മലയാളികളിലേക്ക് സന്നിവേശിപ്പിക്കാൻ ചിത്രത്തിൻ്റെ സംവിധായകനായ പൃഥ്വിരാജിന് ശ്രമമുണ്ടായിരുന്നോ എന്നൊക്കെയുള്ള ഡിബേറ്റുകൾ കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണ് വരുന്നത്. ആ ഒരു ഡിബേറ്റിലേക്ക് കേരള സമൂഹം നീങ്ങിയപ്പോൾ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ മറ്റൊരു നിലപാടുമായി കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ തൻ്റെ ചിന്തകൾ, തൻ്റെ മനസ്സ് കുറച്ചുകൂടി തുറക്കുകയാണ്. അവിടെ ഒരു സിനിമയ്ക്കപ്പുറത്തുള്ള ചില കാര്യങ്ങൾ അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതിലൊരു ഗൂഢ ലക്ഷ്യമുണ്ട് എന്ന് മറ്റു പലരും പറയുന്നതിൻ്റെ ഒരു സ്ഥിരീകരണം എന്ന നിലയിലാകാം താൻ ആ സിനിമ കാണുന്നില്ല. താൻ അതിന് മുൻപുള്ള അതിൻ്റെ സീക്വൽ ആയ L1 കണ്ടു, ലൂസിഫർ എന്ന സിനിമ കണ്ടു. ഇത് L2 എന്ന നിലയിലാണ്, ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗം എന്ന നിലയിലാണ് ഇത് വന്നതെങ്കിൽ ആ ചിത്രവുമായി ഇതിനെ അങ്ങനെ താരതമ്യപ്പെടുത്തുന്നതിൽ അർത്ഥമില്ല. ഇതിൻ്റെ നറേഷൻ വ്യത്യാസമാണ്, ഇതിൻ്റെ പ്ലോട്ട് വ്യത്യാസമാണ്, ഇതിൻ്റെ തീം വ്യത്യാസമാണ്. ഇത് സജസ്റ്റ് ചെയ്യുന്ന ഒരു രാഷ്ട്രീയ ചിത്രമുണ്ട്, ഒരു വലിയ ചിത്രമുണ്ട്. ദേശീയ അന്വേഷണ ഏജൻസികളെ ഉൾപ്പെടെ ഒരുപക്ഷെ സംശയത്തിൻ്റെ നിഴലിലാക്കുന്ന, ഒരുപക്ഷെ ദേശീയ സുരക്ഷയെ ബാധിക്കാവുന്ന വിഷയങ്ങളുണ്ട് എന്ന് ഒരുപക്ഷെ RSSൻ്റെയോ BJPയുടെയോ കേന്ദ്ര നേതൃത്വത്തിൽ ഉൾപ്പെടെ ഒരു ചിന്ത ഒരുപക്ഷെ ഉണ്ടാവാം. അതിൻ്റെ പ്രതിഫലനമാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറിലൂടെ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് കടക്കുകയാണെങ്കിൽ വലിയ രീതിയിൽ തന്നെ ഇപ്പോൾ കേരളത്തിൽ ചർച്ച ഗുജറാത്ത് കലാപത്തെക്കുറിച്ചാണ്, ഗോദ്രയെക്കുറിച്ചാണ്. ഇത് കേരള രാഷ്ട്രീയത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും? ഇതിൻ്റെ സ്വാധീനം എന്തായിരിക്കും? കേരളം എപ്പോഴും അങ്ങനെ ഇൻസുലേറ്റഡായി നിന്നൊരു സംസ്ഥാനമല്ല. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ, ഇപ്പം മുസഫർപൂർ കലാപമാകട്ടെ, ഗോധ്ര കാർണേജ് ആകട്ടെ, കാശ്മീരിൽ നടക്കുന്ന കാശ്മീരിലെ പണ്ഡിറ്റ്സിനെതിരെയുള്ള ഇതെല്ലാം തന്നെ പ്രബുദ്ധരായ മലയാളികൾ തലനാരിഴ കീഴ് പരിശോധിക്കുന്ന ഒരു പാരമ്പര്യമുണ്ട്. അതുമാത്രമല്ല, കേരളം വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായി ഈ സംഘപരിവാർ സംഘടനകൾക്ക് കാര്യമായ വേരോട്ടം ചരിത്രപരമായി ഇല്ലാതിരുന്നതും എന്നാൽ RSSനെ ആഴത്തിൽ വേരോട്ടമുള്ളതുമായ ശാഖകളുടെ എണ്ണം കൊണ്ടും പ്രവർത്തനം കൊണ്ടും വേരോട്ടമുള്ളതുമായ ഒരു സംസ്ഥാനം. അതേപോലെ തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് ഇന്ത്യയിലെ മറ്റിടങ്ങളിൽ ശോഷിപ്പ് സംഭവിക്കുമ്പോഴും കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനം ഒറ്റപ്പെട്ട പച്ചപ്പുള്ള ചുവന്ന തുരുത്തായി അവശേഷിക്കുന്നു എന്ന് പറയുമ്പോൾ കേരളത്തെ വ്യത്യസ്തമായ രീതിയിൽ കാണേണ്ടതുണ്ട്. കേരളത്തിൻ്റെ സോഷ്യൽ ഫോർമേഷനും ഉത്തരേന്ത്യൻ രീതികളിൽ നിന്നും വ്യത്യസ്തമാണ്. അതുകൊണ്ടാണ് കേരളത്തിൽ എന്തു സംഭവത്തിൻ്റെയും പിന്നിൽ ഒരു രാഷ്ട്രീയം കാണുന്ന മലയാളി മനസ്സുണ്ട്. അങ്ങനെയെങ്കിൽ ഗുജറാത്തിൽ നടന്ന കലാപം, 2002 നടന്ന കലാപം, അതിനുള്ള തുടക്കം ഒരുപക്ഷെ ഈ സിനിമയിൽ ഉണ്ടാവുന്നില്ല. കർസേവകർ, അയോധ്യയിൽ കർസേവ നടത്തി തിരിച്ചുപോയ കർസേവകരെ സബർമതി എക്സ്പ്രസിൻ്റെ ബോഗികൾ കത്തിച്ചുകൊണ്ട് ഗോധ്ര സ്റ്റേഷൻ സമീപത്ത് വെച്ച് ഒരു ജനക്കൂട്ടം കശാപ്പ് ചെയ്യുകയാണ്, കത്തിക്കുകയാണ്. അപ്പം ആ ഒരു രംഗത്തിൻ്റെ തുടർച്ചയായി അരങ്ങേറിയ കലാപവും ഭീകരമായൊരു അന്തരീക്ഷവും ആ രണ്ടാം ഭാഗത്തെക്കുറിച്ചാണ് കാര്യമായി ചിത്രത്തിൽ പരാമർശമുള്ളത്. അപ്പം അവിടെ വരുന്ന ഒരു വൈലിഫിക്കേഷൻ, വില്ലന്മാരായി ചിത്രീകരിക്കുന്നത് ആരെ എന്നതാണ് വിഷയം. ഇവിടുത്തെ ഹൈന്ദവ സമൂഹത്തെ ആകമാനമായി വില്ലന്മാരായി സംശയിക്കേണ്ടവരായി ചിത്രീകരിക്കുന്നുണ്ടോ, ഭീകര രൂപികളായി ചിത്രീകരിക്കുന്നുണ്ടോ? അപ്പോൾ ആ ഒരു ഇമേജാണോ, ആ ഒരു സന്ദേശമാണോ ചിത്രം കൊടുക്കാൻ ശ്രമിക്കുന്നത്? അതോ ഒരു സംഭവത്തിൻ്റെ നറേഷനാണോ? അതോ ഇതൊരു കാൽപ്പനിക രീതിയിലാണോ? ഗോധ്ര എന്ന് പറയാതെ കാൽപ്പനികമായ രാജ്യത്ത് എവിടെയോ ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നടക്കുന്ന ഒരു സംഘർഷം എന്ന നിലയിലാണോ?
പക്ഷേ ഇതിനെ കൃത്യമായി ചേർത്ത് വായിക്കാൻ കഴിയുന്നു. കാരണം അവിടെയാണ് വാരിയൻ കുന്നൻ്റെ 2ാം എഡിഷൻ, അല്ലെങ്കിൽ വാരിയൻ കുന്നനെ മഹത്വവൽക്കരിക്കുന്ന പൃഥ്വിരാജ്. നാം വർഷങ്ങളായി തന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമുണ്ടല്ലോ, ഈ ഗർഭിണി ശൂലം, അതല്ല ഈ സിനിമയിൽ ഗർഭിണി. ഇവിടെയാണ് ആ ഒരു നിറം പിടിപ്പിച്ച കഥകൾ, യഥാർത്ഥ സംഭവങ്ങളുണ്ട്, ആ അതിഭാവുകത്വങ്ങൾ നിറഞ്ഞ നിറം പിടിപ്പിച്ച കഥകളുണ്ട്. ഒരു ചെറിയ കഥാതന്തുവിൽ നിന്നും ഒരു സംഭവത്തെ നിറം പിടിപ്പിച്ച കഥകളിലേക്ക് കൊണ്ടുപോകുമ്പോഴാണല്ലോ വികാരങ്ങൾ ആളിക്കത്തുന്നത്. ഈ വികാരം ആളിക്കത്തിക്കാനുള്ള നല്ല മാർഗമാണ് വിഷ്വൽ ഇമേജറി. നമ്മൾ എത്ര വാഗൊണ്ട് പറഞ്ഞാലും എത്ര ലേഖനങ്ങൾ എഴുതിയാലും ലഭിക്കാത്ത ഒരു വലിയ ഉൾക്കിടിലമുണ്ടാകും. ചിത്രം നമ്മുടെ മനസ്സിലേക്ക്, ഹൃദയത്തിലേക്ക് ആഴത്തിലിറങ്ങുകയാണ്. അപ്പോൾ സിനിമ എന്ന മാധ്യമത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മനുഷ്യ മനസ്സിലേക്ക് ക്രൂരതയുടെ രീതികൾ ആഴത്തിലേക്ക് ഇറങ്ങുകയാണ്. ഏത് വിഭാഗമാണോ പീഡിപ്പിക്കപ്പെടുന്നത്, ആരാണോ പീഡകർ, ആ ഒരു ചിത്രം തുടക്കം സൂചിപ്പിച്ചതുപോലെ തന്നെ കേരള സമൂഹം നാം എല്ലാ കാലത്തും മതസൗഹാർദ്ദവുമായി മുന്നോട്ട് പോയൊരു സമൂഹമാണ്. അതിൽ ഇപ്പോൾ ചെറിയ രീതിയിൽ വിള്ളൽ വരുന്നുണ്ട്, അത് തുറന്ന് സമ്മതിച്ചാലല്ലേ കഴിയൂ. പക്ഷെ അങ്ങനെയുള്ള സമൂഹത്തിലേക്ക് ഇത്തരം ഈ സാറ് സൂചിപ്പിച്ചതുപോലെ ദൃശ്യങ്ങൾ കടത്തിവിടുന്നത് ഒരു അപകടകരമല്ലേ? അപകടകരമാണ്. പക്ഷെ വേറൊരു കാര്യം കൂടെ ആലോചിക്കണം. സിനിമയെ സിനിമയായും കലയെ കലയായും അതിനകത്ത് വരുന്ന രാഷ്ട്രീയത്തെ അതിൻ്റെതായ രീതിയിലും അതിനെ കലയിൽ അടന്നു വരുന്ന ഒരു കലയിലൂടെ പറയാൻ ശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട്, ഒരു പ്രസംഗത്തിലൂടെ പറയാൻ ശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട്, ഒരു നാടകത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ വളർന്നു നിന്ന KPSCയുടെ നാടകങ്ങളിലൂടെയാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് ആഴത്തിൽ സാധാരണ ജനങ്ങൾക്കിടയിൽ, അടിസ്ഥാന വിഭാഗങ്ങൾക്കിടയിൽ വേരോട്ടമുണ്ടായത്. അല്ലാതെ മാർക്സിസം, ലെനിനിസം സ്റ്റഡി ക്ലാസ്സിൽ പങ്കെടുത്ത് കമ്മ്യൂണിസ്റ്റായ ആളുകളെക്കാൾ വളരെ കൂടുതലാകാം ഒരുപക്ഷെ നാടകവേദികളിലൂടെ സരസമായി നല്ല ആഴത്തിൽ പതിയുന്ന ഇമേജുകൾ, ഇതുപോലെയുള്ള ഇപ്പം നാടകങ്ങളുടെ കാലം കഴിഞ്ഞിരിക്കുന്നു. സിനിമ എന്ന മാധ്യമത്തിലൂടെ ഒരുപക്ഷെ ഒരു സന്ദേശം കൊടുക്കുകയാണ്. അങ്ങനെ സന്ദേശം കൊടുക്കുന്നതിൽ അപകടമില്ല. അതൊരു കമ്മ്യൂണൽ അമിറ്റിയിലേക്ക് എത്തിച്ചേരുന്ന സന്ദേശമാണ് കൊടുക്കുന്നതെങ്കിൽ കുഴപ്പമില്ല. അല്ല എങ്കിൽ ഒരു വിഭാഗം പ്രശ്നക്കാരാണ് എന്ന രീതിയിലുള്ള സന്ദേശമാണ് കൊടുക്കുന്നതെങ്കിൽ അതിനെ കല ആയി മാത്രം കണ്ടുകൊണ്ട്, അതിൻ്റെ കലാമൂല്യത്തിൽ മാത്രം കണ്ടുകൊണ്ട് അതിൻ്റെ രാഷ്ട്രീയത്തെ മാറ്റി നിർത്താൻ ഉള്ള പക്വത കാട്ടുന്ന മലയാളികളുടെ എണ്ണം ഒരുപക്ഷെ കുറച്ചിരിക്കുന്നു. എന്തായാലും ഈ സിനിമയുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് എല്ലാ പാർട്ടികളും, രണ്ടു കൂട്ടരും. പിണറായി വിജയൻ തന്നെ ഇന്നലെ, കാരണം സെക്രട്ടേറിയറ്റിന് മുന്നിൽ മാസങ്ങളായി ആശാവർക്കർമാർ സമരം ചെയ്യുന്നുണ്ട്, അതുവഴി തന്നെയാണ് അദ്ദേഹം സിനിമയ്ക്ക് പോയിരിക്കുന്നത്. ആശാവർക്കർമാരുടെ മുന്നിലൂടെ ബൈപ്പാസിൽ കൂടി കടന്ന് ലുലു മോളിലെത്തി ഐമാക്സിൽ അദ്ദേഹം ഈ ചിത്രം കാണുമ്പോൾ അതൊരു സന്ദേശം കൂടിയാണ്. അതായത് ഇതിൻ്റെയൊക്കെ ഓണർഷിപ്പ് ഞങ്ങൾ ഏറ്റെടുക്കുന്നു. അതായത് പിണറായി വിജയന് ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ പിണറായി വിജയനോ ഒരുപക്ഷെ സ്വീകാര്യമാകും ഇതിൻ്റെ ഇതിവൃത്തം. ഒരു കല എന്ന നിലയിൽ മാത്രമേ കാണുന്നുള്ളൂ എന്നൊക്കെ അദ്ദേഹത്തിന് പറയാൻ സാധിക്കും. പൃഥ്വിരാജിന് തീർച്ചയായും, പൃഥ്വിരാജിൻ്റെ പിതാവ് സുകുമാരനും ഒരു ഇടതുപക്ഷ അനുഭാവമുള്ള ഒരു കോളേജ് അധ്യാപകനായിരുന്നു, പിന്നീട് സിനിമാ നടനായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമുണ്ട്. ഒരു കലാകാരന് രാഷ്ട്രീയം ഉണ്ടാകുന്നതിൽ യാതൊരു തെറ്റുമില്ല. സുരേഷ് ഗോപി കലാകാരനാണ്, രാഷ്ട്രീയമുണ്ട് അല്ലേ? രാഷ്ട്രീയം ഉണ്ടാകുന്നതിൽ യാതൊരു തെറ്റില്ല. വിജയിൻ്റെ കാര്യം നമ്മൾ സൂചിപ്പിക്കുന്നു, കലാകാരനാണ്, രാഷ്ട്രീയമുണ്ട്, അദ്ദേഹത്തിന് സ്വന്തമായ രാഷ്ട്രീയമുണ്ട്, യാതൊരു തെറ്റുമില്ല. പക്ഷേ കലയ്ക്കുള്ളിൽ നമുക്ക് രാഷ്ട്രീയ ചിത്രങ്ങൾ ഉണ്ടായിട്ടില്ലേ? എത്രയോ ലാൽ സലാം, അല്ലെങ്കിൽ രക്തസാക്ഷികൾ സിന്ദാബാദ്, അറബിക്കഥ, എത്രയോ രാഷ്ട്രീയ ചിത്രങ്ങൾ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ പരിഹസിക്കുകയും വാഴ്ത്തുകയും ഒക്കെ ചെയ്യുന്ന ചിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവിടെ അതിനെ ഒരു സമഭാവനയോടെ കാണുന്നതിന് പകരം അതിന് പിന്നിൽ വലിയ രാഷ്ട്രീയ ലാഭത്തിനുള്ള ഒരു പഴുത് ഇടതുപക്ഷങ്ങൾ കാണുന്നു, BJPയും കാണുന്നു. അത് ഒരു പക്ഷേ അനാരോഗ്യപരമായ ഒരു പ്രവണത. ഇതിനെ രാഷ്ട്രീയത്തിന് അതീതമായി കാണാം. അതേസമയം സെൻസർ ബോർഡിൻ്റെ 17 വെട്ടുകൾ എന്ന് പറയുന്നത് ഒരുപക്ഷെ അത് കുറച്ചുകൂടെ ആഴത്തിൽ ചിന്തിക്കേണ്ട കാര്യമാണ്. മനുഷ്യ മനസാക്ഷിയെ അനാവശ്യമായി സ്വാധീനിക്കുന്നുവെങ്കിൽ തെറ്റായ വിവരങ്ങൾ ഇതിലൂടെ ശരിയാണ് എന്ന മട്ടിൽ സിനിമയെയും യാഥാർത്ഥ്യത്തെ തമ്മിൽ വേർതിരിച്ചറിയാൻ കഴിയാത്ത ഒരുപാട് പേര് നാട്ടിലുണ്ടെന്ന് ഓർക്കണം. അപ്പോൾ അവരിലേക്ക് ഒരു നെഗറ്റീവ് സന്ദേശം സന്നിവേശിപ്പിക്കപ്പെടുന്നുവെങ്കിൽ അത് വേണ്ട ഇടങ്ങളിൽ മ്യൂട്ട് ചെയ്തുകൊണ്ട്, വേണ്ട ഇടങ്ങളിൽ കട്ട് വരുത്തിക്കൊണ്ട്, ചെറിയ തോതിലുള്ള മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഒരു സിനിമ വീണ്ടും തിയേറ്ററിൽ എത്തുന്നതിൽ തിരക്കിടില്ല. ഇന്നലെ BJP മറ്റൊരു കണ്ണൂരിലെ നേതാവിന്റെ പ്രതികരണം ഉണ്ടായിട്ടുണ്ട്. അത് മോഹൻലാലുമായി ബന്ധപ്പെട്ടാണ്. മോഹൻലാലിന്റെ ലഫ്റ്റനന്റ് കേണൽ പദവി എടുത്തു മാറ്റണം, അല്ലെങ്കിൽ കോടതിയിൽ സമീപിക്കുന്ന.
പറഞ്ഞിരിക്കുന്നത്. മോഹൻലാൽ എന്നത് ഒരു നടൻ്റെ ഒരു റേഞ്ച് എന്ന് പറയുന്നത് ഒരു പ്രത്യേക രാഷ്ട്രീയ കക്ഷിയുടെയോ ഒരു പ്രത്യേക മോഹൻലാൽ ഇടതുപക്ഷക്കാരനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, പക്കാ ബിസിനസ്സുകാരനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, എത്രയോ റോളുകളാണ്. ഒരു റോളിൽ ഇപ്പോൾ ആരോപണം ഒക്കെ വന്നിരിക്കുന്നത് പൃഥ്വിരാജിനെതിരെയാണ്, മോഹൻലാലിനെതിരെയല്ല, മറിച്ച് പൃഥ്വിരാജ് എന്ന സംവിധായകനെതിരെയാണ്. ആ ഒരു എന്താണ് വിത്തിൻ കോട്ട്സ് ദുഷ്ടലാക്ക് എന്ന് പറയുന്നത് ഉണ്ടെങ്കിൽ അത് മോഹൻലാലിനെതിരെയല്ല. കാരണം ഇവിടെ സംഘപരിവാർ സംഘടനകൾക്ക് ബുദ്ധിമുട്ടുണ്ടായത് മോഹൻലാൽ അവർക്കൊരിക്കലും അസ്വീകാര്യനായ ആളായിരുന്നില്ല, പ്രത്യേകിച്ച് പ്രകടമായ രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന ഒരാളായിരുന്നില്ല. പക്ഷേ മോഹൻലാൽ ഈ ചിത്രത്തിൽ എന്തിന് ഓർഗനൈസറിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെയാണ് പരാമർശം ഉണ്ടായത്. ആർ എസ് എസിന്റെ മുഖപത്രമായ ഓർഗനൈസറിൽ യൂട്യൂബ് ബ്രൂട്ടസ് എന്ന രീതിയിലാണ് താങ്കൾ അത് ചെയ്യരുതായിരുന്നു, മറ്റാര് ചെയ്താലും താങ്കൾ അത് ചെയ്യരുതായിരുന്നു എന്ന മട്ടിൽ മോഹൻലാലിനോടുള്ള ഒരു അസംതൃപ്തി പ്രകടിപ്പിക്കുന്നത് കണ്ടു. അവസാനം ഇപ്പൊ രാജീവ് അങ്ങനെയാണല്ലേ, എന്റെ സുഹൃത്താണ്, ഞാൻ കാണുമെന്ന് പറഞ്ഞ ആളാണ് ഈ അവസാന ഘട്ടം പറയുന്നത്. എന്നാലും താങ്കളും അത് ചെയ്തല്ലോ എൻ്റെ സുഹൃത്തെ എന്ന മട്ടിലാണ്. ഇതൊക്കെ സ്വാഭാവികമായ രാഷ്ട്രീയം നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടം കൂടിയാണ്. അതുകൊണ്ട് എല്ലാവരും അവരവരുടെ രാഷ്ട്രീയ നേതാക്കളും ഈ സിനിമാ വിവാദത്തിൽ രാഷ്ട്രീയ നേതൃത്വവും ഭരണ പ്രതിപക്ഷ ഭേദമന്യേ അവരവരുടെ റോൾ ആടിത്തിമിർക്കുന്ന തിരക്കിലാണിപ്പോൾ.